നമസ്കാരം. കേരളത്തിലെ ഓരോ വീടുകളിലും വിവാഹാലോചനകൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോഴോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് മകവും ആയില്യവും. മകം പിറന്ന മങ്ക എന്നും ആയില്യം അമ്മായിയമ്മയ്ക്ക് ദോഷം എന്നും നമ്മൾ കേട്ടുമടുത്തിട്ടുണ്ടാകും. എന്നാൽ ഈ വാക്കുകൾക്ക് പിന്നിൽ ശാസ്ത്രീയമായ വശമുണ്ടോ? അതോ വെറും ഭയമാണോ? ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടി ഒരു വീട്ടിലേക്ക് മരുമകളായി വന്നാൽ അവിടെയുള്ള മുതിർന്ന സ്ത്രീകൾക്ക് ആപത്താണെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും നമുക്കിടയിലുണ്ട്. അതുപോലെ മകം നക്ഷത്രക്കാർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? ജ്യോതിഷത്തെ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. ആദ്യം നമുക്ക് മകം പിറന്ന മങ്ക എന്ന പ്രയോഗത്തിലേക്ക് കടക്കാം. ചിങ്ങം രാശിയിൽ വരുന്ന മകം നക്ഷത്രം ജ്യോതിഷത്തിൽ വളരെ സവിശേഷമായ ഒന്നാണ്. കേതു അധിപനായ ഈ നക്ഷത്രം പിതൃക്കളുടെ ഭരണത്തിന് കീഴിലാണ് വരുന്നത്. 10 നക്ഷത്രത്തിന് തുല്യമാണ് ഒരു മകം നക്ഷത്രം എന്ന് പഴമക്കാർ പറയാറുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വാഭാവികമായും ഒരു രാജകീയ പ്രകൃതം ഉണ്ടാകും. ഇവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഭരിക്കാനുമുള്ള കഴിവ് ജന്മസിദ്ധമാണ്. ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നതിനാലാണ് ഇവർ വരുന്നതിനെ ഭാഗ്യമായി കണക്കാക്കുന്നത്. എന്നാൽ ഇതിനൊരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. ഇവർക്ക് അല്പം അഹംഭാവമോ അല്ലെങ്കിൽ താനെന്ന ഭാവമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തന്റെ തീരുമാനങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണിവർ. മകം നക്ഷത്രക്കാരായ മരുമക്കൾ വന്നാൽ ആ വീട്ടിലെ നിയമങ്ങൾ മാറും. അവർ തന്റേതായ ഒരു സാമ്രാജ്യം അവിടെ കെട്ടിപ്പടുക്കും. ഇതാണ് മകം പിറന്ന മങ്ക എന്നതുകൊണ്ട് ജ്യോതിഷം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നവരാണ് എന്നതിൽ സംശയമില്ല. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ആയില്യം അമ്മായിയമ്മയ്ക്ക് ആപത്ത് എന്ന വാക്ക് കേട്ട് എത്രയോ വിവാഹബന്ധങ്ങൾ കേരളത്തിൽ മുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ വാസ്തവം? ആയില്യം നക്ഷത്രം കർക്കടക രാശിയിലാണ് വരുന്നത്. ഇതിന്റെ അധിപൻ ബുധനാണ്. സർപ്പദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് അതീവ ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവും ഉണ്ടാകും. സർപ്പങ്ങളെപ്പോലെ ഇവർ വളരെ ജാഗ്രതയുള്ളവരായിരിക്കും. ഇവർക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. പഴയ കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അമ്മായിയമ്മമാരായിരുന്നു വീട് ഭരിച്ചിരുന്നത്. ആ വീട്ടിലേക്ക് അതിബുദ്ധിമതിയായ സ്വന്തം അഭിപ്രായമുള്ള ഒരു ആയില്യം നക്ഷത്രക്കാരി മരുമകളായി വരുമ്പോൾ സ്വാഭാവികമായും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മരുമകളുടെ കാര്യപ്രാപ്തിക്ക് മുൻപിൽ അമ്മായിയമ്മയുടെ അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഇതിനെയാണ് അമ്മായിയമ്മയ്ക്ക് ദോഷം എന്ന് പഴയ ജ്യോതിഷികൾ വിശേഷിപ്പിച്ചത്. അല്ലാതെ അമ്മായിയമ്മയുടെ ആയുസ്സിന് ഇത് ഭീഷണിയാണെന്ന് ഒരു പ്രാമാണിക ഗ്രന്ഥത്തിലും പറയുന്നില്ല. മരുമകളും അമ്മായിയമ്മയും തമ്മിലുള്ള അധികാര തർക്കങ്ങളെ ജ്യോതിഷത്തിൽ ഇങ്ങനെ ആലങ്കാരികമായി പറഞ്ഞതാണ്. മകവും ആയില്യവും രാക്ഷസഗണത്തിൽ പെട്ട നക്ഷത്രങ്ങളാണ് എന്ന് നമുക്കറിയാം. രാക്ഷസഗണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉയർന്ന ഊർജ്ജസ്വലതയാണ്. പ്രതിസന്ധികളെ നേരിടാൻ ഇവർക്ക് അസാമാന്യ ധൈര്യമുണ്ടാകും. ഈ രണ്ട് നക്ഷത്രക്കാരും ഒരിക്കലും ആർക്കും കീഴ്പ്പെട്ടു നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. സ്നേഹിച്ചാൽ ഇവർ ജീവൻ വരെ നൽകും. എന്നാൽ ചതിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടാൽ ഇവർ അത്യന്തം അപകടകാരികളുമാകും. ഒരു കുടുംബത്തെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് കഴിയുന്നത്ര മറ്റാർക്കും കഴിയില്ല. കാരണം അവർക്ക് പുറത്തുനിന്നുള്ള ഭീഷണികളെ തിരിച്ചറിയാനും നേരിടാനും വേഗത്തിൽ സാധിക്കും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ ദോഷകാരികളായി കാണുന്നത് തികച്ചും തെറ്റായ പ്രവണതയാണ്. ഒരു നക്ഷത്രത്തെ മാത്രം നോക്കി ഒരിക്കലും ഫലം പറയരുത്. ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ സ്വാധീനമുണ്ടെങ്കിൽ അവൾ ഏത് ഗണത്തിലായാലും ഏത് നക്ഷത്രത്തിലായാലും ആ കുടുംബത്തിന് വിളക്കായിരിക്കും. അതുപോലെ തന്നെ ലഗ്നാധിപന്റെ ശക്തിയും പ്രധാനമാണ്. ഇനി നിങ്ങളുടെ നക്ഷത്രം ആയില്യമോ മകമോ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില പരിഹാരങ്ങളുണ്ട്. ആയില്യം നക്ഷത്രക്കാർ സർപ്പദൈവങ്ങളെ ഭജിക്കുന്നത് മനസ്സിന് ശാന്തിയും ഐശ്വര്യവും നൽകും. മാസത്തിലൊരിക്കൽ പായസം വഴിപാടായി നൽകുന്നത് ഉത്തമമാണ്. മകം നക്ഷത്രക്കാർ പിതൃക്കളെ ആരാധിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴി തടസ്സങ്ങൾ ഒഴിവാക്കാം. കുടുംബാംഗങ്ങൾ ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തെ സ്നേഹത്തോടെയും ക്ഷമയോടെയും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ യാതൊരു വിധത്തിലുള്ള ദോഷഫലങ്ങളും ഉണ്ടാകില്ല. ചുരുക്കത്തിൽ മകവും ആയില്യവും ജ്യോതിഷത്തിലെ ശക്തമായ ഊർജ്ജമുള്ള നക്ഷത്രങ്ങളാണ്. മകം പിറന്ന മങ്ക കുടുംബത്തിന് ഭാഗ്യവും ആയില്യം മരുമകൾ കുടുംബത്തിന് സുരക്ഷയും നൽകുന്നു. പഴഞ്ചൊല്ലുകളെ പേടിച്ച് മംഗല്യങ്ങൾ മുടക്കുന്നത് അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം വിശകലനം ചെയ്താലേ കൃത്യമായ ഫലം പറയാൻ സാധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെന്ന് കരുതുന്നു. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ.
ആയില്യം, മകം നക്ഷത്രക്കാരെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ സത്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.